നമസ്കാരം. ഇറാന്റെ ഓരോ ചലനങ്ങളും നിയന്ത്രിച്ചിരുന്ന ഇന്റലിജൻസ് ചീഫ് ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഇറാന്റെ ഉന്നത നേതാക്കളെ വധിക്കാൻ ഇനി പ്രത്യേക അനുമതി കാത്തുനിൽക്കേണ്ടതില്ലെന്ന് ഇസ്രായേൽ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. ടെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങളിൽ ഭീതി പടർത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ നീക്കം എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ രാത്രിയിൽ ടെഹ്റാനിൽ നടന്ന അതിശക്തമായ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടത്. റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിലും വിദേശ ചാരപ്രവർത്തനങ്ങളിലും അനിഷേധ്യമായ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഖത്തീബ്. 2021 മുതൽ ഇന്റലിജൻസ് വകുപ്പിന്റെ അമരത്തിരുന്ന ഇദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെയും വ്യോമസേനയുടെയും വലിയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ടെഹ്റാനിലെ അതീവ സുരക്ഷിതമായ കേന്ദ്രത്തിൽ പോലും ഇറാന്റെ നേതാക്കൾക്ക് രക്ഷയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇസ്രയേൽ നൽകുന്നത്. ഈ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇറാന്റെ ഉന്നത നേതാക്കളെയും സൈനിക ഉദ്യോഗസ്ഥരെയും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും വധിക്കാൻ സൈന്യത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ഇതിനായി ഇനി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രത്യേക അനുമതിക്കായി കാത്തു നിൽക്കേണ്ടതില്ല. ഇതായിരുന്നു കാറ്റ്സിന്റെ വാക്കുകൾ. ഇറാന്റെ പരമോന്നത സഭയിലെ അംഗങ്ങളോ സൈനിക കമാൻഡർമാരോ ആരായാലും ഇസ്രയേലിന്റെ ലക്ഷ്യസ്ഥാനത്താണെങ്കിൽ ഉടൻ നടപടിയെടുക്കാം എന്നാണ് ഈ ഉത്തരവിന്റെ അർത്ഥം. ഇത് ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാന്റെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി, ബാസിജ് ഫോഴ്സ് തലവൻ ഗുലാം റസ സുലൈമാനി എന്നിവരുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഖത്തീബും വീഴുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ ആക്രമണ പരമ്പരയിൽ ഇറാന്റെ ഭരണ സംവിധാനം തന്നെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. ടെഹ്റാനിലെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ പോലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന് കഴിയുന്നില്ല എന്നത് വലിയ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് നാമകരണം ചെയ്ത ഈ സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷി തന്നെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. ഇസ്രയേലിന്റെ ഈ തുറന്ന പ്രഖ്യാപനത്തോടുള്ള ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും? ഇതിനോടകം തന്നെ ടെൽ അവീവ് ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഹിസ്ബുള്ളയും ഹമാസും ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായി നീങ്ങാൻ ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ഈ നീക്കങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും കപ്പൽ പാതകളെയും ഈ സംഘർഷം ബാധിക്കുമെന്നത് ആഗോള സാമ്പത്തിക രംഗത്തും വലിയ ഭീതി പടർത്തുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന് നൽകിയ പുതിയ അധികാരങ്ങൾ പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷിതമാക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരായ ഇറാനിയൻ നേതാക്കൾ ഇസ്രായേലിന്റെ ടാർഗറ്റിൽ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.